ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടക്കാം. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം, കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ നിയോജക മണ്ഡലം പയ്യന്നൂർ നിയോജക മണ്ഡലം. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ടി.ഐ. മധുസൂദനനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. വി. കുഞ്ഞികൃഷ്ണനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. A.P. ഗംഗാധരനാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 25,000-നും 30,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ ടി.ഐ. മധുസൂദനൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കല്യാശ്ശേരി മണ്ഡലം. കല്യാശ്ശേരി മണ്ഡലത്തിൽ M. വിജിനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. രാജീവ് കാപ്പശ്ശേരിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. A.V. അനിൽകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 30,000-നും 35,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ M. വിജിൻ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. തളിപ്പറമ്പിൽ P.K. ശ്യാമളയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. T.K. ഗോവിന്ദനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. N. ഹരിദാസാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 10,000-നും 15,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ P.K. ശ്യാമള വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായ P.K. ശ്യാമള അവിടെ വിജയിക്കും. അടുത്തത് ഇരിക്കൂർ മണ്ഡലമാണ്. ഇരിക്കൂർ മണ്ഡലത്തിൽ മാത്യു കുന്നപ്പള്ളിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. സജീവ് ജോസഫാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ശ്രീനാഥ് പത്മനാഭനാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 10,000-നും 15,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സജീവ് ജോസഫ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് അഴീക്കോട് മണ്ഡലമാണ്. അഴീക്കോട് മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KV സുമേഷാണ്. കരീം ചേലേരിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. KK വിനോദ് കുമാറാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അഴീക്കോട് മണ്ഡലത്തിൽ KV സുമേഷ് ഏകദേശം 3,000-നും 5,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയോജക മണ്ഡലം. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കടന്നപ്പള്ളി രാമകൃഷ്ണനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. T.O. മോഹനനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. C. രഘുനാഥാണ് BJPയുടെ സ്ഥാനാർത്ഥി. 3,000-നും 4,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ T.O. മോഹനൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായ T.O. മോഹനൻ അവിടെ വിജയിക്കുമെന്ന് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നു. അടുത്തത് നമുക്ക് ധർമ്മടം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അബ്ദുൽ റഷീദാണ്. K. രഞ്ജിത്താണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 30,000-നും 35,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി 30,000-നും 35,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി ശ്രീ പിണറായി വിജയൻ അവിടെ വിജയിക്കും. LDFിൻ്റെ സ്ഥാനാർത്ഥിയായ പിണറായി വിജയൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് തലശ്ശേരി നിയോജക മണ്ഡലമാണ്. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കാരായി രാജനാണ് മത്സരിക്കുന്നത്. KP സാജു ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. O. നിതീഷാണ് BJPയുടെ സ്ഥാനാർത്ഥി. കാരായി രാജൻ അവിടെ 20,000-നും 25,000-നും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കൂത്തുപറമ്പ് മണ്ഡലമാണ്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ P.K. പ്രവീണാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയന്തി രാജനാണ് മത്സരിക്കുന്നത്. സിജിൻ ലാൽ ആണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി.
ഏകദേശം 8,000-നും 10,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ അവിടെ PK പ്രവീൺ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് മട്ടന്നൂർ മണ്ഡലമാണ്. മട്ടന്നൂർ മണ്ഡലത്തിൽ VK സനോജാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ചന്ദ്രൻ തില്ലങ്കേരിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ബിജു ഏലക്കുഴിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. മട്ടന്നൂർ മണ്ഡലത്തിൽ 40,000-നും 45,000-നും വോട്ടിൻ്റെ ലീഡോടു കൂടി അവിടെ VK സനോജ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പേരാവൂർ മണ്ഡലം. പേരാവൂർ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KK ശൈലജയും സണ്ണി ജോസഫ് UDFിൻ്റെ സ്ഥാനാർത്ഥിയും വൈലി വാത്യാട്ട് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ സണ്ണി ജോസഫ് ഏകദേശം 2,000-നും 4,000-നും വോട്ടിൻ്റെ ലീഡോടു കൂടി സണ്ണി ജോസഫ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോൾ ഉള്ള ടാലി 8 സീറ്റിൽ 11 സീറ്റുകളുള്ള കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 8 സീറ്റിൽ LDFും 3 സീറ്റിൽ UDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ 50 സീറ്റിൽ 58 സീറ്റ് LDFിനും UDFിന് 53 സീറ്റും ലഭിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കൊല്ലം ജില്ലയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.